അമേരിക്കൻ സൈനിക ബേസുകൾ ആക്രമിക്കാൻ ഇറാന്റെ വമ്പൻ നീക്കം. ആദ്യഘട്ടത്തിൽ ഖത്തറിലെ അൽ ഉബൈദ് എയർബേസ് ആക്രമിക്കാനാണ് ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനി നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഈ നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് അനുരഞ്ജന ശ്രമത്തിന് ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് ഖത്തർ. ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഖത്തർ പ്രധാനമന്ത്രി സന്ദർശിച്ചതായുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഏതു സാഹചര്യത്തിലും ഒരാക്രമണവും യുദ്ധവും ഒഴിവാക്കാനുള്ള കടുത്ത നീക്കത്തിലാണ് ഖത്തറടക്കമുള്ള GCC രാജ്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഇറാനിലേക്ക് ആക്രമണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ഫ്ലോറിഡയിൽ നിന്നടക്കം നിരവധി ഫൈറ്റർ ജെറ്റുകളാണ് ഇറാനെ ആക്രമിക്കാനായി പറന്നുയർന്നതെങ്കിലും അവസാന നിമിഷം ഈ ആക്രമണത്തിൽ നിന്ന് അമേരിക്ക പിന്മാറി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ആക്രമണത്തിനായി അമേരിക്കയിൽ നിന്ന് പറന്നുയർന്ന ഫൈറ്റർ ജെറ്റുകളടക്കം അവസാന നിമിഷം തീരുമാനം മാറ്റുകയും പിന്നീട് അമേരിക്കയുടെ സൈനിക ബേസുകളിലേക്ക് പറന്നിറങ്ങുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തിൽ നിന്നും അമേരിക്ക അവസാന നിമിഷം പിന്മാറിയത്? ഇതിനെക്കുറിച്ച് മാത്രം ഇതുവരെ വ്യക്തമായ ഒരു ഉത്തരമില്ല. അതേസമയം അറബ് രാജ്യങ്ങൾ കൂട്ടമായി അമേരിക്കയെ ആക്രമിക്കുമെന്നും ഇറാന്റെ പ്രത്യാക്രമണം അമേരിക്കയ്ക്ക് ചിലപ്പോൾ താങ്ങാനാകുന്നതല്ലെന്നുമുള്ള ചില സൂചനകൾ ഇതിനെക്കുറിച്ച് പുറത്തു വന്നു. ഇതുകൂടാതെ ഇറാനിലേക്ക് അമേരിക്ക ആക്രമണം നടത്തുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ശത്രുരാജ്യമായ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഇറാന്റെ ആണവ മിസൈലുകൾ ഇറാൻ തൊടുക്കുമെന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തെ, അതായത് ഇറാനിലേക്കുള്ള അമേരിക്കയുടെ ആക്രമണത്തെ ഇസ്രായേൽ പൂർണ്ണമായും പിന്തുണച്ചില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അടക്കം നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവശ്യപ്രകാരമാണ് യുദ്ധത്തിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറിയതെന്നും അമേരിക്കയുടെ ചില മാധ്യമങ്ങൾ തന്നെ പിന്നീട് റിപ്പോർട്ട് ചെയ്തു. യാഥാർത്ഥ്യം എന്തുമായിക്കൊള്ളട്ടെ, അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഉത്തരവിടുകയും എന്നാൽ അവസാന നിമിഷം ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇതിന് പിന്നാലെ എല്ലാ തരത്തിലുമുള്ള ഊർജം സംഭരിച്ച് അമേരിക്കയെ ആക്രമിക്കാൻ ഇറാൻ തീരുമാനിച്ചു. ശത്രുവിനെ ശത്രുവായി തന്നെ കണക്കാക്കണമെന്നും ശത്രുവിനെതിരെ ആക്രമണമാണ് ഏറ്റവും വലിയ ഉപായമെന്നും ഇറാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇറാൻ തീരുമാനമെടുക്കുകയും അമേരിക്കയുടെ സൈനിക ബേസുകൾ, പ്രത്യേകിച്ച് അമേരിക്ക എന്ന രാജ്യത്തിനുള്ളിൽ കടന്നു കയറി ആക്രമിക്കുകയല്ല ഇറാൻ ലക്ഷ്യമിട്ടത്. ഇറാന് ചുറ്റും അമേരിക്കയ്ക്ക് നിരവധി സൈനിക ബേസുകളുണ്ട്, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉദൈദ് എയർബേസ്. ഖത്തറിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ ലോകത്തുള്ള ഏറ്റവും വലിയ സൈനിക ബേസ്. ആ ഉദൈദ് സൈനിക ബേസിനെ ആക്രമിക്കാനാണ് ഇറാൻ ആദ്യം ലക്ഷ്യമിട്ടത്. അതിനുള്ള ഉത്തരവാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനി തൻ്റെ സൈന്യത്തിന് നൽകിയിരിക്കുന്നത്. ഉദൈദ് എയർബേസ് ലക്ഷ്യമിട്ട് ഇറാന്റെ ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ ഇന്നോ നാളെയോ തന്നെ തൊടുക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. ഉദൈദ് എയർബേസ് ലക്ഷ്യമിട്ട ആക്രമണത്തിന് ഇറാന്റെ പരമോന്നത നേതാവ് ഉത്തരവ് നൽകിയിരിക്കുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സൈനികർ ഈ നിർദ്ദേശം നടപ്പാക്കാനുള്ള നീക്കത്തിലാണ് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിലാണ് ഒരു സമവായ ശ്രമത്തിന് ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇറാൻ അമേരിക്കയെ ആക്രമിച്ചാലും അമേരിക്ക ഇറാനെ ആക്രമിച്ചാലും അതിന്റെ സ്ഫുരണങ്ങൾ അയൽ രാജ്യങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഖത്തർ, സൗദി അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇതിന്റെ ദോഷഫലങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഖത്തർ പ്രധാനമന്ത്രി അൽത്താനി നേരിട്ട് തന്നെ ഇറാനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയുമായി അൽത്താനി സംസാരിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലും ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഉടനടി നടപ്പാക്കണമെന്നാണ് ഇപ്പോൾ ഖത്തറിന്റെ പ്രധാനമന്ത്രി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം തന്നെ ആഭ്യന്തര കലഹമുണ്ട് രൂക്ഷമായിരിക്കുകയാണ് ഇറാനിലെ അവസ്ഥ. ഇറാനിൽ ആഭ്യന്തര കലഹത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ദിനം പ്രതി ഉയരുകയാണ്. 15,000-ലധികം ആളുകൾ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ചില അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ. മനുഷ്യാവകാശ സംഘടനകളടക്കം നിരവധി റിപ്പോർട്ടുകളാണ് ദിനം പ്രതി പുറത്തുവിടുന്നത്. സിവിലിയന്മാരുടെ കൊലപാതകം അതൊരു തരത്തിലും കൈയും കെട്ടി നോക്കിയിരിക്കാനാകില്ല എന്നാണ് ഇതേക്കുറിച്ച് അമേരിക്ക പ്രതികരിച്ചിരിക്കുന്നത്. ഡിസംബർ മാസം 28-ാം തീയതിയാണ് ഇറാനിൽ ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെടുന്നത്. വിലക്കയറ്റവും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളും മൂലം വ്യാപാരികളും വ്യവസായികളും ഇറാനിലെ കടകമ്പോളങ്ങൾ അടച്ചിടുന്നു. ഇതിനുശേഷം അവർ ഭരണകൂടത്തിന് നേരെ വലിയ പ്രതിഷേധം ഉയർത്തുന്നു. ഈ പ്രതിഷേധത്തിനൊപ്പം തന്നെ ഇറാനിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളും ചേരുകയാണ്. ഇതാണ് വലിയ കലാപത്തിലേക്ക് വഴിമാറിയത്. ആദ്യഘട്ടത്തിൽ ഈ പ്രക്ഷോഭത്തെ നിയന്ത്രിക്കാൻ പോലീസ് ഇടപെട്ടില്ലെങ്കിൽ കൂടി പിന്നീട് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള നിർദ്ദേശമാണ്
ആയത്തുള്ള അലി ഖമീനിയുടെ ഭരണകൂടം നൽകിയത്. ആ നിർദ്ദേശം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് ശിരസ വഹിക്കുകയായിരുന്നു. പിന്നാലെ തെരുവുകളിൽ കടുത്ത യുദ്ധമുണ്ടായി. പ്രക്ഷോഭകാരികളും സൈന്യവും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുണ്ടായി. പ്രക്ഷോഭകാരികൾക്ക് നേരെ സൈന്യം നിറയൊഴിച്ചു. അതുപോലെ തന്നെ പീരങ്കികളും റോക്കറ്റുകളും പ്രയോഗിച്ചു. ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ നിരവധി പേരാണ് തെരുവുകളിൽ കൊല്ലപ്പെട്ടത്. ഈ ആക്രമണം ഉണ്ടാകുന്നതിന് പിന്നാലെ തന്നെ അമേരിക്കയുടെ കടുത്ത മുന്നറിയിപ്പുണ്ടായി. ഇനിയും തെരുവുകളിൽ പ്രക്ഷോഭകാരികളെ നേരിടാനാണ് തീരുമാനമെങ്കിൽ ഒരിക്കലും അത് കൈയും കെട്ടി നോക്കിയിരിക്കില്ലെന്നും ആയത്തുള്ള അലി ഖമീനി വധിക്കുമെന്നുമായിരുന്നു അമേരിക്കയുടെ വലിയ മുന്നറിയിപ്പ്. ഇത് ഇരു രാജ്യങ്ങൾക്കിടയിലെ സംഘർഷം മൂർച്ഛിപ്പിച്ചു. പിന്നാലെ അമേരിക്കയ്ക്ക് നേരെ വെല്ലുവിളിയുമായി ഇറാനും രംഗത്ത് വന്നു. ഇതിനിടയിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണ നീക്കം ഇറാനിലേക്ക് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നു. അമേരിക്കയാകട്ടെ തങ്ങളുടെ എയർബേസുകളിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള എയർബേസുകളിൽ ഫൈറ്റർ ജെറ്റുകൾ സജ്ജീകരിച്ചു വെച്ചു. കൂടാതെ തന്നെ അമേരിക്കയുടെ പടുകൂറ്റൻ പടക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് നങ്കൂരമിട്ടു. അതുപോലെ ഇറാന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് അമേരിക്ക സൈനിക വിന്യാസവും നടത്തി. അങ്ങനെ ഒരു വലിയ യുദ്ധത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെട്ടു. ഇതിനിടയിലാണ് ഇപ്പോൾ അമേരിക്കയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനിക ബേസിനെ ആക്രമിക്കാൻ ഇറാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ ആക്രമണ ഉത്തരവ് വന്നതിന് പിന്നാലെ അടിയന്തരമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു ഖത്തർ പ്രധാനമന്ത്രി അടിയന്തരമായി തന്നെ ഇറാനിലേക്ക് എത്തിയിരിക്കുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രിയുമായി അടിയന്തര ചർച്ചകൾ നടത്തിയിരിക്കുന്നു. ഏത് തരത്തിലും ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള വലിയ പരിശ്രമത്തിലാണിപ്പോൾ ഖത്തറും അതുപോലെ തന്നെ സൗദി അടക്കമുള്ള രാജ്യങ്ങളും.